നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ അണപൊട്ടി പ്രതിഷേധം. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച്. മതേതരവാദികളുടെ മൗനം പ്രതിഷേധാത്മകമെന്ന് സമരക്കാർ. മുതൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ മതേതരത്വം പ്രസംഗിക്കുമെങ്കിലും അവിടെ നടക്കുന്ന നരഹത്യയില്, ഹിന്ദു നരഹത്യയില്, അവിടെ നടക്കുന്നതായിട്ടുള്ള സ്ത്രീകളുടെ മേലുള്ള അതിക്രമത്തില് ഇതിലെല്ലാം തന്നെ മൗനം പാലിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ മതേതരവാദികളെന്ന് അവകാശപ്പെടുന്നവർ കാണിക്കുന്നത്. മതേതരമായിട്ടുള്ള നിലപാടുള്ള എല്ലാവരും ഈ ആക്രമത്തിന് മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജ് ഇടപാടുകൾ നിയമവിരുദ്ധം. വിൽപ്പന കൃത്രിമ രേഖകളിലൂടെയെന്ന് അബ്ദുൾ സത്താർ ഹാജി മൂസയുടെ ചെറുമകൾ ഷംഷാദ് ജനം ടിവിയോട്. ജനം ബിഗ് ബ്രേക്കിംഗ്. സുപ്രീം കോടതിക്കെതിരെ വിവാദ പരാമർശവുമായി MA ബേബി. ഗ്യാൻവാപിയിൽ സുപ്രീം കോടതിയുടേത് വൃത്തികെട്ട വിധി. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധി വഞ്ചനാപരം, സത്യപ്രതിജ്ഞ മറന്നുകൊണ്ടുള്ള വിധിയെന്നും CPM സമ്മേളന വേദിയിൽ ബേബി. ക്ഷേത്രങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നേതാക്കളുടെ ഫ്ലെക്സ് ബോർഡ് വയ്ക്കാനുള്ള ഇടമല്ല ക്ഷേത്രങ്ങൾ. ഭക്തർ വരുന്നത് ഫ്ലെക്സിലുള്ളവരുടെ മുഖം കാണാനല്ലെന്ന് കോടതി. ജനം ഇമ്പാക്ട്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. പൂജ മാറ്റണമെങ്കിൽ അഷ്ടമംഗല്യ ദേവ പ്രശ്നം വെക്കണം. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ. ആനെഴുന്നള്ളിപ്പിലെ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി. വൈദ്യുതി വാങ്ങുന്നതിൽ സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. നെയ്വേലി ലീഗ്നൈറ്റ് കോർപ്പറേഷനുമായുള്ള ചർച്ചകൾ പാതിവഴിയിൽ. പിന്നിൽ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. പൊതുവഴി തടഞ്ഞുള്ള ഏരിയ സമ്മേളനത്തിൽ CPMന് തിരിച്ചടി. സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചനയിലെന്ന് ഹൈക്കോടതി. പഞ്ചിയൂർ സമ്മേളനത്തിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യം. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും രക്ഷയില്ലെന്നും കത്തിൽ. സിറിയയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഡമാസ്കസിലെ രാസായുധ നിർമ്മാണ ഫാക്ടറി തകർത്തു. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ യോഗം. വിശദാംശങ്ങളിലേക്ക് പോകാം. അയലത്തെ കലാപം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധം ശക്തം. വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ചും മഹാധർണയും നടത്തി. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അതിക്രമം ഭാരതം അനുവദിക്കില്ലെന്ന് മാർച്ചിനെ അഭിസംബോധന ചെയ്ത സ്വാതി ഋതംബര MP പറഞ്ഞു. വിഷയത്തിൽ UN ഇടപെടണമെന്നും ആവശ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് അണപൊട്ടി ഒഴുകിയത് വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ. വിവരങ്ങൾ എന്താണ്? വീണ, ചാണക്യപുരിയിൽ ഈ പ്രതിഷേധ ധർണ അത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൊതുസമ്മേളനം അവസാനിച്ച ശേഷം ഈ പൊതുപരിപാടിയുടെ ഭാഗമാകാൻ എത്തിയവരെല്ലാം മടങ്ങുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ റോഡിലാണ് അല്പസമയം മുൻപ് വലിയ സമ്മേളനം നടന്നത്. സാധ്വി ഋതംബരയാണ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യ അത് എത്രയും വേഗം അനുവദിക്കണം, അതല്ലെങ്കിൽ ഭാരതത്തിന്
ഭാരതത്തിൻ്റെതായ നിലയിൽ പ്രതികരിക്കേണ്ടി വരും എന്ന ശക്തമായ സന്ദേശമാണ് സ്വാതി റിദംബര ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഒപ്പം ഈ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം മലയാളികൾ ഉൾപ്പെടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അംനസ്റ്റി ഇന്റർനാഷണൽ ഹാസ് നോ റെസ്പെക്ട് ഫോർ ഹിന്ദു ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഒരു ഫ്ലെക്സ് കോഡുമായി ഒരു ചെറുപ്പക്കാരൻ ഈ ഇതിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ ധാരാളം ഇത്തരം ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം ബാനറുകളും ഒക്കെ ഉയർത്തി UN ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനവും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് സിറിയയിലെയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ വിഷയങ്ങൾ വരുമ്പോൾ ബാഗ്ദാദിലെയും ഒക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടിൽ ധരണയും പ്രതിഷേധവും നടത്തുന്ന സാംസ്കാരിക പ്രവർത്തകർ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ധാരാളം ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ അണിനിരുന്ന ഏതാണ്ട് 50,000-ത്തിനടുത്ത ആളുകൾ അണിനടന്ന ഒരു വലിയ പ്രതിഷേധ റാലിക്ക് രാജ്യ തലസ്ഥാനം ഇന്നിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു പ്രതിഷേധത്തിന് ഡൽഹി സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഇപ്പോൾ ഈ സമ്മേളനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല. കാരണം അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഈ ചാണക്യപുരിയിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയിരുന്നു. അതിനാൽ അല്പസമയത്തിന് ശേഷം മാത്രമേ ഈ നിരത്തിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഓടിത്തുടങ്ങത്തുള്ളൂ. എന്തായാലും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെയുള്ള വലിയ പ്രതിഷേധവും ഒപ്പം ജിഹാദികൾക്കുള്ള ഒരു താക്കീതുമായിരുന്നു ഇന്നിപ്പോൾ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതിഷേധം. വീണ. ഓക്കെ, ശരി ഗൗതം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഡൽഹിയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായത്. ഹൈക്കമ്മീഷനിലേക്ക് മാർച്ചും മഹാധർണയും നടത്തി. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. ഈ വർഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഒപ്പമാവട്ടെ മനുഷ്യാവകാശ ദിനം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സേവ് ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനും ആരംഭിച്ചു. ഞാൻ വ്യാപി വിഷയത്തിൽ സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച MA ബേബി. സുപ്രീം കോടതിയുടേത് വൃത്തികെട്ട വിധി. സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റേത് വഞ്ചനാപരമായ വിധിയാണ്. സത്യപ്രതിജ്ഞ മറന്നുകൊണ്ട് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചതായും MA ബേബി. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, എന്താണ് സംഭവിച്ചത് ബേബിക്ക്? വീണ, കൊല്ലത്ത് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. അതായത് സുപ്രീം കോടതിയുടെ വിധിയാണ് ഈ ഗ്യാൻവാബി വിഷയത്തിൽ എടുത്തു പറയുന്നത്. അതിൽ തന്നെ വൃത്തികെട്ട വിധിയാണ് സുപ്രീം കോടതിയുടേത് എന്നുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനുശേഷം തന്നെ പറയുന്നുണ്ട് ഇത് കോടതി അലക്ഷ്യമായേക്കാമെങ്കിലും ഞാൻ പറയുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം തന്നെ അന്ന് ജസ്റ്റിസ് ആയിരുന്ന ഈ ചന്ദ്രചൂഡിനെ അദ്ദേഹം പരാമർശിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ മറന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം, അദ്ദേഹം ഈ വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം MA ബേബി പറയുന്നത്. ഇതിൽ തന്നെ കടുത്ത വിമർശനം തന്നെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ ഒരു ഗ്യാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കോടതി കൃത്യമായും അതിൽ ഒരു നിരീക്ഷണം നടത്തിയ ശേഷം വിശ്വാസികൾക്കായി ഇപ്പോൾ അവിടെ ഒരു പൂജാമുറി അടക്കം തുറന്നു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സർവേ അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ തന്നെ കോടതിയെ അവഹേളിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഗ്യാൻവാബി പോലൊരു അത്തരത്തിലൊരു വിഷയം, അതായത് ഈ അധിനിവേശ ശക്തികളുടെയൊക്കെ തന്നെ കടന്നുകയറ്റം, അത് തന്നെയാണ് ഗ്യാൻവാബിയും. അതോടൊപ്പം തന്നെ ഈ ഭാരതത്തിലെ വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അവിടേക്ക് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, അതിനെതിരെ വിശ്വാസികൾ രംഗത്ത് വരുമ്പോൾ, ഹൈന്ദവർ രംഗത്ത് വരുമ്പോൾ അതിൽ ഒരു വിധി അത് കോടതി നിരീക്ഷണത്തിൽ നടത്തിയ ശേഷം അല്ലെങ്കിൽ കൃത്യമായ നിലപാടുകളിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ തന്നെയാണ്, അതിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൽ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായും ഇങ്ങനെ ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, വൃത്തികെട്ട വിധിയാണ് എന്നുള്ള കാര്യം. അത്തരത്തിലൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധിയെ അദ്ദേഹം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയം അത് ഭാരതത്തിൽ ഉടനീളമുള്ള, അതായത് അയോധ്യ ഉൾപ്പെടെ അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അയോധ്യയിൽ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് തന്നെയാണ് ഈ ഗ്യാൻവാബി വിഷയത്തിലും ഇടപെട്ടത്. അദ്ദേഹം ഈ ഹൈന്ദവ സമൂഹത്തിനായി
ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ള കാര്യമൊക്കെയാണ് ഇന്ന് ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം അത് കൃത്യമായി തന്നെ കോടതി പരിഗണനയിലിരുന്ന വിഷയമാണ്. ഗ്യാൻവാബിയിൽ അതിൽ നിരീക്ഷണമൊക്കെ തന്നെ കൃത്യമായും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു സമ്മേളന വേദിയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് തന്നെ നമുക്ക് കൂടുതലായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ഒക്കെ അദ്ദേഹം ഇതിലോട്ട് വലിച്ചു വെച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്ന ഈ ഒരു ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു പരാമർശവും ഇന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബി നടത്തിയിട്ടുള്ളത്. അതേസമയം ഈ സത്യപ്രതിജ്ഞ മറന്നുകൊണ്ട് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് പകരം കോടതി വിധിയെ വിമർശിക്കുന്നതിന് പകരം കോടതിയെ തന്നെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടല്ലേ മനോജ് ഉണ്ടായിരിക്കുന്നത്? ഈ ഒരു വിധി പുറപ്പെടുവിച്ചത് അതിനനുസരിച്ച് തന്നെയാണ് സുപ്രീം കോടതിയാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിനനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. എന്തായാലും ഈ ഭരണഘടനയോടൊപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞയൊക്കെ മറന്നുകൊണ്ടാണ് ഈ ജസ്റ്റിസ് ഇങ്ങനെ വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഹർജിക്കാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി അതിലൊരു വിധി പുറപ്പെടുവിക്കുന്നു. എന്നാൽ ആ വിധിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് അത് കോടതിയുടെ വിധി അല്ലെങ്കിൽ വഞ്ചനാപരമായ വിധിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധിയാണ് എന്നുള്ള കാര്യം അത് CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദിയിലാണ് അദ്ദേഹം പരസ്യമായി തന്നെ പറയുന്നത്. എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസ്താവന, ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്. അത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശനം ഇന്ന് ജില്ലാ സമ്മേളന വേദിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സാധാരണയായി ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് ഈ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് തന്നെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതിയുടെ ഈ വിധിക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു വേദിയിലും പ്രയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി മനോജ്. ഏതായാലും അതിനിശ്ചിതമായൊരു വിമർശനമാണ് സുപ്രീം കോടതിക്ക് നേരെ MA ബേബി നടത്തിയിരിക്കുന്നത്. ജ്ഞാൻവാപി വിഷയത്തിൽ സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സുപ്രീം കോടതിയുടേത് വൃത്തികെട്ട വിധി എന്നാണ്, സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റേത് വഞ്ചനാപരമായ വിധി എന്നുകൂടിയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. വഖഫ് അധിനിവേശം വഖഫ് അധിനിവേശത്തിൽ മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജ് ഇടപാടുകൾ നിയമവിരുദ്ധം. ഭാഗാധാരങ്ങളുടെയും തീറാധാരങ്ങളുടെയും പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. കൃത്രിമ രേഖകളിലെ ഭൂമിയാണ് സിദ്ദിഖ് സേഠ് വിൽപ്പന നടത്തിയതെന്ന് അബ്ദുൾ സത്താർ ഹാജി മൂസയുടെ ചെറുമകൾ ഷംസാദ് ഹുസൈൻ സേഠ് പറഞ്ഞു. അബ്ദുൾ സത്താർ ഹാജി മൂസയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടച്ചിട്ട് കൊടുത്ത 404 ഏക്കർ ഭൂമിയാണ് അനധികൃതമായി സിദ്ദിഖ് സേഠിന്റെ കൈവശമെത്തുന്നത്. മുന്നാധാരത്തിലെ പട്ടയ നമ്പർ ചേർക്കാതെയാണ് സിദ്ദിഖ് സേഠും ഫാറൂഖ് കോളേജും തമ്മിൽ നടത്തിയ ഭൂമി ഇടപാട്. അബ്ദുൾ സത്താർ ഹാജി സേഠുമായി യാതൊരു ബന്ധവുമില്ലാത്ത സിദ്ദിഖ് സേഠിന്റെ കൈവശം ഭൂമി എത്തിയത് നിരവധി തിരിമറികളിലൂടെയാണെന്നാണ് വ്യക്തമാകുന്നത്. തന്റെ അച്ഛൻ മുഹമ്മദ് ഹുസൈന്റെ സഹോദരൻ മുഹമ്മദ് ഖാസം അടുത്ത സുഹൃത്തായ സിദ്ദിഖ് സേഠിനെ മേൽനോട്ട ചുമതല മാത്രം ഏൽപ്പിച്ച ഭൂമി ഖാസമിന്റെ ഭാര്യ ജുംബുബായിൽ നിന്ന് സേഠ് എഴുതി വാങ്ങി സ്വന്തമാക്കുകയായിരുന്നെന്നും ഈ ഇടപാടുകളിലെല്ലാം കൃത്രിമം നടന്നിട്ടുണ്ടെന്നും അബ്ദുൾ സത്താർ ഹാജി മൂസ സേഠിന്റെ കൊച്ചുമകൾ ഷംസാദ് ഹുസൈൻ സേഠ് ജനൻ ടിവിയോട് പറഞ്ഞു. അതായത് മുൻപത്തിന്റെ ജനങ്ങളിൽ എത്താത്ത കുറെ രേഖകൾ എന്റെ കൈവശമുണ്ട്. ഈ തിരുവിതാംകൂർ മഹാരാജാവ് 404 ഏക്കർ ഭൂമി കൊടുത്തത് അബ്ദുൾ സത്താർ ഹാജി മൂസക്കായിരുന്നു. ഇത് തിരിമറി ചെയ്തിട്ട് പ്രമാണങ്ങൾ ഉണ്ടാക്കി സിദ്ദീഖ് സേഠ് കൂട്ടുനിന്ന് പ്രമാണങ്ങൾ ചെയ്യിച്ചിട്ട് സിദ്ദീഖ് സേഠ് ഫാറൂഖ് കോളേജിന് വിൽപ്പന വഖഫ് ചെയ്ത ആധാരം ശരിയല്ല, അത് റദ്ദ് ചെയ്യേണ്ടതാണ്. ഭൂപരിഷ്കരണ നിയമത്തെ മറികടക്കാൻ പട്ടയ നമ്പറുകൾ ഒഴിവാക്കുകയും മുന്നാധാര പട്ടയം ഉൾപ്പെടുത്താതെയുമാണ് ഭൂമി ഇടപാടുകൾ. ഭൂപരിഷ്കരണ നിയമം ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് സേഠ് നടത്തിയ ചില ബുദ്ധിപരമായ നീക്കങ്ങളിലാണ് അബ്ദുൾ സത്താർ ഹാജി മൂസ സേഠിന്റെ പിൻതലമുറയ്ക്ക് ഭൂമി നഷ്ടമായത്. മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വഖഫ് അധിനിവേശത്തിന് ശ്രമിക്കുമ്പോഴാണ് ആദ്യകാലത്ത് ഭൂമി ഇടപാടിൽ നടന്ന വൻ ക്രമക്കേടുകളും പുറത്തുവരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ഓരോ ദിവസവും ലീഗ് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും രൂക്ഷ വിമർശനവുമായി കാസ.
സ്വന്തം മതത്തിന്റെ കാര്യം വരുമ്പോൾ മുസ്ലിം ലീഗിന് വി ഡി സതീശനുമില്ല, UDFും ഇല്ല എന്ന് കാസയുടെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കാസയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവല്ല, ആര് പറഞ്ഞാലും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. എന്നാൽ ലീഗുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് പറഞ്ഞതെന്ന് VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗും UDFും രണ്ട് തട്ടിലാണെന്ന് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ലീഗ് നിലപാടിൽ ഉറച്ചു നിന്നാൽ അധികം വൈകാതെ കോൺഗ്രസ് നിലപാട് മാറ്റുമെന്നാണ് കാസയുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വന്തം മതത്തിന്റെ കാര്യം വരുമ്പോൾ മുസ്ലിം ലീഗിന് VD സതീശനുമില്ല, UDFും ഇല്ലെന്നും സതീശൻ മുനമ്പത്തുകാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മുനമ്പത്ത് വന്ന് അത് വഖഫ് ഭൂമിയല്ലെന്ന് പറഞ്ഞതെന്നുമാണ് കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ചിലരൊക്കെ ഇപ്പോഴും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് വിശ്വസിക്കുകയാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ മൈക്ക് കെട്ടി പരസ്യമായി മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പഠിച്ചില്ലേ എന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ മുനമ്പത്തുകാരെ കയ്യേറ്റക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും CPMന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മുനമ്പത്തുകാർക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ് കാസ പറഞ്ഞു വെക്കുന്നത്. ജനം, കോഴിക്കോട്. ഇന്ത്യ മുന്നണിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സഖ്യത്തിൽ കലഹം രൂക്ഷമായി. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ലാലു പ്രസാദ് യാദവും ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമല്ലെന്നും RJD അധ്യക്ഷൻ വ്യക്തമാക്കി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമടക്കം ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിക്ക് വഴിവെച്ചത് കോൺഗ്രസിന്റെ പിടിപ്പുകേടെന്നാണ് കോൺഗ്രസ് ഇതര കക്ഷികളുടെ നിലപാട്. നേതൃമാറ്റം വേണമെന്ന് മറ്റു പാർട്ടികളും ആവശ്യമുയർത്തിയതിന് പിന്നാലെ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും പരസ്യമായി നേതൃമാറ്റം ആവശ്യപ്പെട്ടു. മമതാ ബാനർജി നേതൃസ്ഥാനത്തേക്ക് വരുന്നതിൽ തെറ്റില്ലെന്നും കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമല്ലെന്നും ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കി. मुख्यमंत्री नीतीश कुमार यात्रा पे जा रहे लालू की तो ममता जी को दे दिया जाए। 25 में बोल रहे सरकार फिर से बना रहे लालू जी। हाँ बनाएंगे सर। नीतीश कुमार दावा कर रहे कि 225 सीट जीतेंगे NDA। अरे पहले आप NCP ശരത് പവാറും ശിവസേന ഉദ്ധവ് ഭാഗവും സമാജ്വാദി പാർട്ടിയും മമത നേതൃതലത്തിലേക്ക് വരുന്നതിനെ അനുകൂലിക്കുന്നു. പാർലമെന്റിലടക്കം പ്രതിപക്ഷമുയർത്തുന്ന വിഷയങ്ങളിൽ അനൈക്യം പ്രകടമാണ്. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഇതര MPമാർ സഹകരിക്കുന്നില്ല. പാർലമെന്റ് നടപടികൾ കോൺഗ്രസ് നിരന്തരം തടസ്സപ്പെടുത്തുന്നതിൽ ഇടത് പാർട്ടികളടക്കം എതിർപ്പ് പരസ്യമാക്കിയിരുന്നു. BJPയെയും നരേന്ദ്രമോദിയെ നേരിടാൻ കോൺഗ്രസ് നേതൃത്വം നൽകി രൂപീകരിച്ച ഇന്ത്യ സഖ്യം പൂർണ്ണമായും തകർച്ചയിലേക്ക് എന്നതിന്റെ സൂചനകളാണ് പ്രധാന നേതാക്കളുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ജനം, ഡൽഹി. തുറവൂർ മഹാക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റും അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാരിനും ദേവസ്വം ബോർഡിനും അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വയ്ക്കാനുള്ളതല്ല ക്ഷേത്രങ്ങളെന്ന് കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടി. ശബരിമല ഇടത്താവളത്തിൽ തീർത്ഥാടകർക്കായി അന്നദാനത്തിന് അനുമതി നൽകിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് വെച്ച സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രി, സ്ഥലം MLA തുടങ്ങിയവർക്ക് അഭിവാദ്യം അർപ്പിച്ചായിരുന്നു ക്ഷേത്രത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. സർക്കാരിനും ദേവസ്വം ബോർഡിനും അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെക്കാനുള്ളതല്ല ക്ഷേത്രങ്ങളെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോടതി വിമർശനത്തിന്റെ തുടക്കം. ഭക്തർ വരുന്നത് ഭഗവാനെ കാണാനാണ്, ഫ്ലെക്സിലുള്ളവരുടെ മുഖം കാണാനല്ല. ക്ഷേത്രോപദേശക സമിതിയുടെ ജോലി ഇതല്ലെന്നും കോടതി വിമർശിച്ചു. ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന പണം ഉപയോഗിച്ചല്ല ഫ്ലെക്സ് അടിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച ഹൈക്കോടതി ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുന്നതിന് ചെലവാക്കുന്ന തുക കൂടി അന്നദാനത്തിന് ചെലവാക്കണമെന്നും ചൂണ്ടിക്കാട്ടി. തുടർന്ന് വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണവും തേടി. കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താനും ബോർഡ് സെക്രട്ടറിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷ ഫ്ലെക്സുകൾ വിവിധ ക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചതിന് മുൻപും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ജനം, കൊച്ചി. പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം. പൂരപ്രേമി സംഘം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്തോറും തൃശ്ശൂരിൽ ഉയർന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നെന്തായാലും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻവശം പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസ സമരം നടക്കുന്നത്. മേളപ്രമാണികൾ എല്ലാവരും ഇവിടെയുണ്ട്. എന്തായാലും
ഈ പൂരപ്രേമി സംഘത്തിന്റെ പ്രതിനിധികളോട് തന്നെ ചോദിക്കാം. അതായത് എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്? നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമടക്കമുള്ള കാര്യങ്ങളിൽ അനിയന്ത്രിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി പൂരപ്രേമി സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കഴിഞ്ഞ നവംബറിൽ വന്ന വിധിക്ക് ശേഷം പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ ഏകദിന ഉപവാസം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ പൂരപ്രമാണിയായ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും മേളം പ്രമാണിച്ചിട്ടുള്ള ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ മേളപ്രമാണിയായ ശ്രീ കിഴക്കൂട്ട് അനിയന്മാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിലുള്ള ഗാന്ധിയൻ സമരമാർഗങ്ങളിലൂടെ ഈ നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടി കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ ആളുകൾ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ പറമേക്കാവ് വിഭാഗത്തിൻ്റെ മുൻ പഞ്ചവാദ്യ പ്രമാണിയായ ശ്രീ പരക്കാട് തങ്കപ്പമാരാർ, ശ്രീ മേളപ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരാർ അടക്കമുള്ള നിരവധിയായ മേളപ്രമാണിമാരും അതോടൊപ്പം തന്നെ പൂരസംഘാടകരും മറ്റ് വിഷയങ്ങളിൽ വെടിക്കെട്ടായാലും ഇലൂമിനേഷനായാലും പന്തൽ വർക്കുകളായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇത്തരത്തിലുള്ള ഈ നമ്മുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ സംരംഭം കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയാണ് പൂരപ്രേമി സംഘം ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ആരോപണം. ഇത്തരത്തിലുള്ള ഈ വന്ന വിധി ഏകപക്ഷീയമായാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ഈ ഹൈക്കോടതിയുടെ വിധിയിൽ പൂരപ്രേമികളെയും ദേവസ്വം ഭാരവാഹികളെയും കേട്ടതിന് ശേഷം മേളപ്രമാണിമാരുടെയും ഇന്ന് ഇവിടെ ആലവട്ടം രണ്ടാമരമെല്ലാം ഉണ്ടാക്കുന്ന പ്രൊഫസർ മുരളീധരൻ ചാത്തനാത്ത് ഇന്ന് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയാണ്. നിരവധിയായ തൊഴിൽ നഷ്ടമാണ് അതിലുണ്ടാകുന്നത്. വാദ്യക്കാരുടെയൊക്കെ ഒരു വർഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് വരുന്നത്. ഇവർക്കൊന്നും പെൻഷനില്ല, മറ്റ് കാര്യങ്ങളില്ല. ഇവർക്ക് ആരോഗ്യമുള്ളിടത്തോളം വർഷത്തിൽ 6 മാസം മാത്രം കൊട്ടിയാണ് ഉപജീവനം നടത്തുന്നത്. അതിൽ നിന്നെല്ലാം ഇവരുടെ എല്ലാം തൊഴിൽ നഷ്ടമുണ്ടാവരുത്, എല്ലാവർക്കും ഉപജീവനത്തിനുള്ള മാർഗമുണ്ടാവണം. സാമ്പത്തിക സ്രോതസ് പൂരമെന്നുള്ള സംഭവമൊക്കെ വരുമ്പോൾ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് അതാത് സ്ഥലങ്ങളിൽ വരുന്നത്. പക്ഷിശാസ്ത്രം പറയുന്നവരും ബലൂൺ വിൽക്കുന്നവരും പലഹാരങ്ങൾ വിൽക്കുന്നവരും അടക്കം എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും പൂരവുമായി ബന്ധപ്പെട്ടവരാണ്. ഇതിന് കൃത്യമായ നിയമനിർമ്മാണം കേരള സർക്കാരുകൾ ഇടപെട്ട് കൃത്യമായ നിയമനിർമ്മാണം നടത്തി അതിനുവേണ്ട എല്ലാ പിന്തുണയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും നൽകണമെന്നാണ് പൂരപ്രേമി സംഘത്തിന് പറയാനുള്ളത്. ഓക്കെ. ഗുരുവായൂർ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെ തന്ത്രി കുടുംബം സുപ്രീം കോടതിയിൽ. പൂജ മാറ്റണമെങ്കിൽ അഷ്ടമംഗല്യ ദേവ പ്രശ്നം വെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഏകാദശി നാളിലെ ഉദയാസ്തമയ പൂജ തുലാമാസത്തിലെ ഏകാദശി നാളിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചിരുന്നു. നാളെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി. വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ ആചാരത്തിന്റെ ഭാഗമെന്നാണ് പുഴക്കര ചേന്നാസില്ലത്തെ അംഗങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആചാരങ്ങൾ മാറ്റുന്നത് ദേവഹിതത്തിനെതിരാകുമെന്നും ഉദയാസ്തമന പൂജ മാറ്റുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നുമാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. പൂജ മാറ്റണമെങ്കിൽ അഷ്ടമംഗല്യ ദേവ പ്രശ്നം വെക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. ഏകാദശി വ്രതം നോറ്റ് 10,000-കണക്കിന് പേരാണ് ഗുരുവായൂരിൽ ദർശനത്തിനെത്തുന്നത്. ഉദയാസ്തമന പൂജ നടന്നാൽ അന്ന് പലതവണ നടയടയ്ക്കേണ്ടി വരും. അത് ഭക്തർക്ക് അസൗകര്യമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൃശ്ചികമാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ തുലാമാസത്തിലെ ഏകാദശി നാളിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. പൂജ ആചാരമല്ല, വഴിപാട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആചാരലംഘനം നടക്കുന്നില്ലെന്ന ഭരണസമിതിയുടെ നിലപാട് കേരള ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെതിരെയാണ് അഭിഭാഷകൻ എ കാർത്തിക് മുഖേനെ സുപ്രീം കോടതിയിൽ തന്ത്രി കുടുംബം ഹർജി ഫയൽ ചെയ്തത്. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജനം, ഡൽഹി. മലപ്പുറം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിശ്വാസികൾ നാമജപ പ്രതിഷേധം നടത്തി. ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ നൽകുന്ന പിറന്നാൾ സദ്യ ബുഫേ രീതിയിൽ പ്ലേറ്റിൽ നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. വെള്ളിയാഴ്ചയാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം. കാടാമ്പുഴ ഭഗവതിയുടെ പിറന്നാൾ ദിനമായ അന്ന്
പതിവായി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർക്ക് പിറന്നാൾ സദ്യ നൽകാറുണ്ട്. പിറന്നാൾ ദിനത്തിൽ സദ്യ വിളമ്പുന്നത് പാരമ്പര്യമായി തന്നെ ഇലയിലാണ്. അത് അട്ടിമറിച്ച പാശ്ചാത്യ രീതിയിൽ പ്ലേറ്റിൽ നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ കാടാമ്പഴയിൽ ഈ അമ്പലം തുടങ്ങിയതിന് ശേഷമുള്ള ഐതിഹ്യം മുഴുവൻ എനിക്കറിയാം. ഞാനും ഇവിടെ ഉള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴാണിത് പ്ലേറ്റിൽ ഇങ്ങനെ കൊടുക്കണമെന്ന് അറിഞ്ഞത്. പെട്ടെന്ന് അറിയണില്ല. ആ ദേവിയുടെ ഏതായാലും നമ്മളൊരു ഇല ഇട്ടിട്ടല്ലേ വിളമ്പി. അത് എത്രയോ ദൂരെ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് അത് കഴിക്കാൻ ഒരു സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് കാണിച്ച് മേടിച്ച് കഴിക്കണതും ഒരേ ഇലയിൽ ഇരുന്ന് കൊടുക്കണതും രണ്ട് വ്യത്യാസമില്ലേ. നൂറ്റാണ്ടുകളായി നടക്കുന്ന കീഴ്വഴക്കങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ ദേവസ്വം ബോർഡ് പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ഗൂഢലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ നല്ല ഭംഗിയോടുകൂടി നടന്നു പോകുന്ന ഒരു തൃക്കാർത്തിക മഹോത്സവം, ദേവിയുടെ പിറന്നാൾ, അത് അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോടുകൂടി മാത്രം ഈ കാടാമ്പുഴ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ വളരെ അഹങ്കാരപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഒരു കല്യാണത്തിന് പോയിട്ട് ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാന്നുണ്ടെങ്കിൽ അതിൽ ബൊഫേ സിസ്റ്റം. ഓക്കെ, ഇതൊരു സദ്യയല്ല, ഒരു പിറന്നാൾ സദ്യയാണ്. പിറന്നാൾ സദ്യ ഇലയിൽ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. കേട്ടറിവും കണ്ടറിവും എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ ഇത് തെറ്റാണ്. കഴിഞ്ഞ തവണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ 50-50 എന്നല്ല, 50% ആൾക്കാർ മറ്റേ ബൊഫേയിൽ കയറാൻ താല്പര്യമുള്ള ബൊഫേയിൽ കയറിയിട്ട് ഇലയിൽ സദ്യ കഴിക്കാൻ താല്പര്യമുള്ള. ദേവസ്വം ബോർഡിന്റെ നീക്കം പിൻവലിക്കും വരെ സമരം തുടരാനാണ് ഭക്തരുടെ തീരുമാനം. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും കാടാമ്പുഴ പോലീസിലും ഭക്തർ പരാതി നൽകിയിട്ടുണ്ട്. ക്ഷേത്ര ആചാരങ്ങൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദേവസ്വം ബോർഡുകൾ സ്വീകരിച്ചു വരുന്നത്. ആ തീരുമാനത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഈ നീക്കത്തിനു പിന്നിലും. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം. കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പരിശോധന. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരുടെ ലോൺ വിശദാംശങ്ങൾ ശേഖരിച്ചു. ആനന്ദ് പുത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. ആനന്ദ്, എന്താണ് വിവരങ്ങൾ? അല്പസമയത്തിന് മുമ്പായിരുന്നു കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന നടന്നത്. അതായത് ഈ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ളവർക്ക് ഈ തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇഡി കരുവന്നൂരിലേക്ക് എത്തിയത്. ഈ വായ്പ എടുത്തവരുടെ മേൽവിലാസം അടക്കം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും കരുവന്നൂരിൽ നിന്ന് മടങ്ങിയെന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ ലോൺ എടുത്ത ആളുകളുടെ എല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വൻ തുക ഇത്തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടത്തിയ പരിശോധന എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അറിയാൻ വേണ്ടി സാധിക്കുകയാണ്. ഓക്കെ, ശരി ആനന്ദ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴിയിൽ CPM ഏരിയ സമ്മേളനം നടത്തിയതിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. വിഷയത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരും പോലീസ് മേധാവിയും വിശദീകരണം നൽകണം. SHO നേരിട്ട് രേഖകളുമായി ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടു. എന്തായിരുന്നു പരിപാടി, ആരൊക്കെ പങ്കെടുത്തു എന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും തൊട്ടടുത്തല്ലേ പരിപാടി നടന്നതെന്നും വിമർശിച്ചു. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ CBI അന്വേഷണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC പ്രസിഡന്റുമായ R ചന്ദ്രശേഖരൻ നൽകിയ ഹർജിയാണ് തള്ളിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD K രതീഷിന്റെ ഹർജിയും തള്ളി. S നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദഗോപൻ, എന്ത് കാരണത്താൽ ഹർജി തള്ളുന്നുവെന്നാണ് കോടതി വ്യക്തമാക്കിയത്? വീണ, കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ R ചന്ദ്രശേഖരന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. അഴിമതി കേസിൽ CBI അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല, കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കേസിൽ ക്രിമിനൽ നടപടി പ്രോസിക്യൂഷന് അനുമതി ആവശ്യമില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനും അതേപോലെ തന്നെ മുൻ MD K രതീഷുമാണ് സുപ്രീം കോടതിയിൽ കേസ് ഹർജി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തത്. ജസ്റ്റിസുമാരായ ദീപാകർ ദത്ത അതേപോലെ തന്നെ PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇരുവർക്കുമെതിരെയുള്ള
ഹർജി ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചത്. പ്രധാനമായും സുപ്രീം കോടതിയുടെ നിരീക്ഷണം, അതായത് നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് തള്ളിയിരുന്നു. അതായത് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുവരും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ അവിടെ അവർക്ക് തിരിച്ചടിയായിരുന്നു നേരിട്ടത്. അതായത് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് CBIക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ കഴിയുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടി സംസ്ഥാന സർക്കാർ നിഷേധിച്ചിരുന്നു. എന്നാൽ ഈ പ്രോസിക്യൂഷൻ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ CBI അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി സമ്മതിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുവാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത പ്രഹരം ഏറ്റിരിക്കുന്നത്. 2005 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന രതീഷും, അതേപോലെ തന്നെ 2012 മുതൽ 2015 വരെ ചെയർമാനായിരുന്ന R ചന്ദ്രശേഖരനും ഗൂഢാലോചന നടത്തി എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കശുവണ്ടി ഇറക്കുമതി ചെയ്യുകയും അതുവഴി കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുകയും ചെയ്തു എന്നായിരുന്നു CBI കണ്ടെത്തിയത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ അന്ന് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ സുപ്രീം കോടതിയിൽ, അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ നിലവിൽ 197 ചട്ടമനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് ഇത്തരം പ്രോസിക്യൂഷൻ നടപടികൾക്ക് തടസ്സമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരമായിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിനേറ്റത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സമാനമായ തിരിച്ചടി തന്നെ സംസ്ഥാന സർക്കാരിനും നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ R ചന്ദ്രശേഖരനെ സഹായിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ സ്വീകരിച്ച നടപടികൾ CPM-നുള്ളിൽ പോലും വലിയ വിവാദമായി എന്നുള്ളതാണ്. ഇത്തരം വ്യക്തമായ തെളിവുകൾ നിൽക്കുമ്പോൾ അതിന് തെളിവില്ല എന്നും ഈ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണ്ട എന്നും സംസ്ഥാന സർക്കാർ CBIക്ക് നൽകിയ നിർദ്ദേശം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ്, അത് CPM-ൽ വലിയ ചർച്ചയായതാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, നന്ദി. വയനാട് പുനരധിവാസത്തിൽ മുഖ്യമന്ത്രിയുടേത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഹൈക്കോടതിയിൽ നിന്നേറ്റ വിമർശനങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ് ശ്രമം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചതിന്റെ 1% മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചതെന്നും V മുരളീധരൻ. കേരളത്തോട് കേന്ദ്രം രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന V മുരളീധരൻ തള്ളി. ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാടിനോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും സാമ്പത്തിക സഹായമടക്കം പ്രഖ്യാപനങ്ങളിൽ മാത്രം. പുനരധിവാസവും ഇതുവരെ എങ്ങും എത്തിയില്ല. ദുരിതാശ്വാസ നിധിയിൽ കോടിക്കണക്കിന് രൂപ ബാക്കിയിരിക്കെയാണ് പ്രദേശവാസികളോടുള്ള സർക്കാരിന്റെ അവഗണന. മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവും സ്ഥലം സന്ദർശിച്ച് നൽകിയ വാഗ്ദാനങ്ങളൊക്കെയും മാസങ്ങൾക്കിപ്പുറവും അതേപടി കിടക്കുകയാണ്. ആശ്വാസ സഹായമായി ദുരിതബാധിതർക്ക് മാസം തോറും പ്രഖ്യാപിച്ച 6000 രൂപ പോലും ഇതുവരെ പലർക്കും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 923 കോടിയോളം രൂപ ബാക്കിയുള്ളപ്പോഴാണ് ഈ അവഗണന. വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്ന 92 പേരാണ് വാടക വീടുകളിൽ കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങൾ ഡ്രോൺ ഇമാജിനേഷൻ എന്ന സ്ഥാപനം മുഖേന ലീഡർ സർവേ നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. എന്നാൽ ഈ റിപ്പോർട്ട് പോലും സമർപ്പിക്കുക അടുത്ത മാസമാണ്. പുഴയിലെ എക്കലും മണ്ണും നീക്കം ചെയ്യാനടക്കം 2 കോടി രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതും കടലാസിൽ മാത്രമാണ്. കടകൾ നഷ്ടപ്പെട്ട നിരവധി വ്യാപാരികളുടെ ദുരിതത്തിനും അറുതിയായിട്ടില്ല. വില്ലേജ് ഓഫീസ് ഉപരോധമടക്കം നിരവധി പ്രതിഷേധ സമരങ്ങളാണ് വിലങ്ങാട് നിവാസികൾ ഇതിനകം നടത്തിയത്. എന്നിട്ടും അവഗണന തുടരുന്നതിൽ പ്രതിഷേധത്തിലാണ് വിലങ്ങാട് നിവാസികൾ. പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായവും പുനരധിവാസവും ഉടൻ നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, കോഴിക്കോട്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യമായ അതൃപ്തി അറിയിച്ച് ചാണ്ടി ഉമ്മൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് മാത്രം ചുമതല നൽകിയില്ല. KPCC പുനഃസംഘടനയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാവണമെന്നും ആരെയും മാറ്റി നിർത്തരുതെന്നും ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കേറ്റ അവഗണന പരസ്യമായി അറിയിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്.
എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. KPCC പുനഃസംഘടനയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാകണം, ആരെയും തഴയേണ്ട എന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത്. ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു. പക്ഷെ അതിന് KPCC പ്രസിഡന്റ് മാറ്റുന്നതാണോ അതിൻ്റെ മറുപടി? സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിൻ്റെ മറുപടി. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പിൻഗാമി എന്ന തലത്തിലേക്ക് ചാണ്ടി ഉമ്മന് ഉയരാൻ സാധിച്ചിരുന്നില്ല. VD സതീശൻ, ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും നേതൃസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിൽ K മുരളീധരനും K സുധാകരനും എതിർപ്പുണ്ട്. എതിർപ്പ് പല ഘട്ടങ്ങളിലും ഇരുവരും അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ പുറത്തു വരുന്നത് ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തിലൂടെയാണ്. ജനം, തിരുവനന്തപുരം. മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി മൂർച്ഛിക്കുന്നു. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകന് കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൽ ജോലി കൊടുത്ത MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. MPയുടെ പാർട്ടി വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ടു പോകാനാണ് പ്രവർത്തകരുടെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാർ കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും മനുഷ്യത്വമില്ലാതെ മർദ്ദിച്ച ഇടമാണ് പഴയങ്ങാടി. അതേ സ്ഥലത്തെ കോൺഗ്രസ് ഭരണസമിതിയുള്ള സ്ഥാപനത്തിലാണ് കോഴിക്കോട് MP MK രാഘവന്റെ ബന്ധുവായ ഡിവൈഎഫ്ഐ പ്രവർത്തകന് ജോലി നൽകിയത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം രംഗത്ത് വന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കോളേജിൽ നിയമിക്കാനുള്ള ഇന്റർവ്യൂ തടസ്സപ്പെടുത്തുകയും MK രാഘവനെ കോൺഗ്രസുകാർ തടയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ MK രാഘവൻ MP ഡിവൈഎഫ്ഐ പ്രവർത്തകന് നിയമനം നൽകി. ഇതോടെ പ്രവർത്തകർ പരസ്യമായി തെരുവിലിറങ്ങുകയായിരുന്നു. തെരുവിൽ തല്ലുകൊള്ളുന്ന സാധാരണ പ്രവർത്തകരെ മറന്ന് പ്രവർത്തിച്ച MK രാഘവൻ ഒറ്റുകാരനാണെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസുകാരുള്ളത്. MPയുടെ നിലപാടിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുക്കാനാണ് സാധ്യത. ജനം, കണ്ണൂർ. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിനോട് മുഖം തിരിച്ച സംസ്ഥാന സർക്കാർ. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായുള്ള ചർച്ചകൾ പാതി വഴിയിൽ. സർക്കാർ നീക്കം സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ. വൈദ്യുതി നിരക്കിൽ സാധാരണക്കാർക്ക് മേൽ കോടിക്കണക്കിന് രൂപയുടെ അധിക ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടും ചർച്ചയാകുന്നത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ തയ്യാറായതായാണ് വിവരം. ഇതിൽ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായി KSEB പ്രാഥമിക ചർച്ചകളും നടത്തിയിരുന്നു. എന്നാൽ ഈ നീക്കങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിനിടയിലാണ് നേരത്തെയുണ്ടായിരുന്ന ദീർഘകാല കരാറുകൾ നിർത്തലാക്കിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നത്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കിയതാണ് ഉയരുന്ന പ്രധാന വിമർശനം. പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള ചർച്ചകളിൽ കാലതാമസം വരുത്തുന്നത് സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണെന്നും വിമർശനമുണ്ട്. സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതി വിതരണം മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന് ദോഷം ചെയ്യുമെന്നുള്ള ആശങ്കകളും സജീവമാണ്. ജനം, തിരുവനന്തപുരം. അമിത വിലയ്ക്ക് സ്വകാര്യ കമ്പനികളിൽ നിന്ന് KSEB വൈദ്യുതി വാങ്ങുന്നതിന് പിന്നിൽ അഴിമതിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കോടികളുടെ ബാധ്യത കെട്ടിവെക്കുന്നു. സർക്കാർ ശ്രമിക്കുന്നത് സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണ്. വലിയ പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ ഇടനാഴിയിൽ സജീവമാണ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായുള്ള കരാർ KSEB പുനഃസ്ഥാപിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ വൈദ്യുതി ചാർജ് വർധന സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിരക്ക് കൂട്ടിയിട്ടും അത് കേരളത്തെക്കാൾ കുറവാണ്. കേരളത്തിൽ 100 മുതൽ 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ 405 രൂപയോളമാണ് ഉപഭോക്താവിന് ചാർജിനത്തിൽ വരുന്നത്. തമിഴ്നാട്ടിൽ അത് 225 രൂപ മാത്രമാണ്. തമിഴ്നാടിന് പുറമെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നിരക്ക് കേരളത്തിലേക്കാൾ കുറവാണ്. കഴിഞ്ഞ ജൂലൈയിലാണ് തമിഴ്നാട്ടിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. വലിയ പ്രതിഷേധങ്ങളായിരുന്നു അതിനെതിരെ ഉയർന്നത്. എന്നാൽ കൂട്ടിയിട്ടും കേരളത്തെക്കാൾ കുറവാണ് ഇപ്പോഴും തമിഴ്നാട്ടിലെ വൈദ്യുതി നിരക്ക്. ഗാർഹിക ഉപഭോക്താക്കൾക്കും മറ്റെല്ലാ ഉപഭോക്താക്കൾക്കും ശരാശരി 4.83% വർധനവാണ് തമിഴ്നാട് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. എന്നാൽ കേരളത്തിലെ നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ
കൂട്ടിയിട്ടും കേരളത്തിലെ അത്ര നിരക്ക് നമ്മുടെ അയൽപക്കമായ തമിഴ്നാട്ടിൽ ഇല്ല. 500 യൂണിറ്റ് വരെ കേരളത്തിൽ 7 രൂപ 90 പൈസയാണ് നിരക്ക്. എന്നാൽ താരിഫ് വർദ്ധിപ്പിച്ചതിന് ശേഷവും തമിഴ്നാട്ടിൽ 500 യൂണിറ്റ് വരെയുള്ള നിരക്ക് 6 രൂപ 45 പൈസയാണ്. കൂടാതെ നിരക്ക് വർധന സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ സബ്സിഡിയും സൗജന്യ വൈദ്യുതിയും തമിഴ്നാട്ടിൽ നൽകുന്നുണ്ട്. ആദ്യ 100 യൂണിറ്റിന് എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും സൗജന്യമാണ്. അതിനുശേഷമുള്ള 100 യൂണിറ്റിന് 50% സബ്സിഡിയുണ്ട്. അതിനുശേഷമുള്ള ഉപയോഗത്തിന് മാത്രം അമിത തുക നൽകിയാൽ മതിയാവും. അതായത് 400 യൂണിറ്റ് പ്രതിമാസ ഉപയോഗത്തിന് കേരളത്തിൽ 1935 രൂപ എനർജി ചാർജ് ഇനത്തിൽ മാത്രം നൽകേണ്ടി വരുമ്പോൾ തമിഴ്നാട്ടിൽ അത് 1125 രൂപയാണ്. കേരളത്തിൽ ഫിക്സഡ് ചാർജ് 240 രൂപയാണെങ്കിൽ തമിഴ്നാട്ടിൽ 107 രൂപയാണ്. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയായി എനർജി ചാർജിന്റെ 10%വും ഇന്ധന സർചാർജായി 76 രൂപയും കേരളത്തിൽ വാങ്ങുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും തമിഴ്നാട്ടിൽ ഇല്ല. കൂടാതെ തമിഴ്നാട്ടിലെ 2.5 കോടി ഉപഭോക്താക്കളിൽ 1 കോടി ആളുകളും 100 യൂണിറ്റിൽ താഴെ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ്. 63 ലക്ഷം ആളുകളാവട്ടെ 200 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്നവരും. അതുകൊണ്ട് തന്നെ നിരക്ക് വർധനവ് വ്യവസായങ്ങളെയും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരെയും മാത്രമാണ് ബാധിക്കുക. എന്നാൽ കേരളത്തിലെ സ്ഥിതി തിരിച്ചാണ്. നിലവിൽ BPL ആനുകൂല്യം കിട്ടാക്കനിയാണ്. 32,000 കണക്ഷനുകൾക്ക് 50 യൂണിറ്റിൽ കുറവ് വൈദ്യുതി ഉപയോഗിച്ചാൽ ചാർജ് നൽകേണ്ട എന്നാണ് ബോർഡ് പറയുന്നത്. എന്നാൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ നാമമാത്രം മാത്രമാണ്. അതേസമയം BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ യൂണിറ്റിന് 6 രൂപ 80 പൈസയാണ് താരിഫ്. ആന്ധ്രാപ്രദേശിൽ 7 രൂപ 30 പൈസ. മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ കേരളത്തിലേക്കാൾ നിരക്ക് കുറവാണെന്ന് മാത്രമല്ല ഗാർഹിക ആവശ്യങ്ങൾക്കും കൃഷിക്കും സൗജന്യ വൈദ്യുതിയും സബ്സിഡിയും നൽകുന്നുമുണ്ട്. ജനം, പാലക്കാട്. കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനി MKCL-ന് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയതിൽ പരാതികൾ ഉയർന്നിട്ടും പിന്നോട്ടു പോകാതെ ഇടത് സർക്കാർ. സർവകലാശാലകളിൽ സ്പ്രിംഗ്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് നടന്നിട്ടും പ്രതിപക്ഷവും മൗനം തുടരുന്നു. അതേസമയം സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ABVP. ഗുരുതര ചട്ടലംഘനം നടത്തി കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയായ MKCL-ന് സർക്കാർ കരാർ നൽകിയതിൽ വിമർശനവും പ്രതിഷേധവും ഉയരുകയാണ്. സ്പ്രിംഗ്ലർ മോഡൽ തട്ടിപ്പിനാണ് സർക്കാർ കളമൊരുക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ ചട്ടങ്ങൾ ലംഘിച്ച് സംസ്ഥാന സർക്കാർ മഹാരാഷ്ട്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ MKCL-ന് കരാർ നൽകിയതിലൂടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയാണ് കൈമാറുന്നത്. സർവകലാശാലകളിലെയും കോളേജിലെയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും എല്ലാ ഡേറ്റകളും കെയർഇപിന്റെ സെർവറിൽ അപ്ലോഡ് ചെയ്ത് സർവകലാശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് വിദ്യാർത്ഥികളുടെ മൊത്തം ഡേറ്റയും കൈമാറുന്നത്. പരീക്ഷാ നടത്തിപ്പ്, മൂല്യനിർണ്ണയം ഉൾപ്പെടെ ഏകീകരിക്കാനുള്ള കരാറാണ് സ്വകാര്യ ഏജൻസിക്ക് നൽകിയത്. സർക്കാർ നടത്തിയ ഗുരുതര തട്ടിപ്പിൽ പ്രതിപക്ഷവും മൗനം തുടരുകയാണ്. 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറുന്നതുമായ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ABVP ഗവർണർക്ക് പരാതി നൽകി. തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പ്രസ്താവനയിൽ അറിയിച്ചു. ജനം, തിരുവനന്തപുരം. വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് കൊച്ചി താന്തോന്നിത്തുരുത്ത് നിവാസികൾ. ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലേറെ പേർ പ്രതിഷേധിക്കുന്നു. 5 ദിവസമായി ദ്വീപിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന താന്തോന്നിത്തുരുത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷമാവുകയാണ്. ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഇന്നലെ രാത്രി നിരവധി കുടുംബങ്ങളാണ് ദ്വീപ് വിട്ടുപോകുന്നത്. ജനങ്ങൾ ഇപ്പോൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. നമ്മുടെ സാഹചര്യം ഇപ്പോൾ 5 ദിവസമായിട്ട് വീടിനകത്ത് വെള്ളം സ്ഥിരമായിട്ടിരിക്കണം. ഇന്നലെ വെള്ളം കൂടുതലായിട്ട് പൊന്തി കട്ടിലിന്റെ മുകളിൽ വരെ എത്തി. അപ്പോൾ കഴിഞ്ഞ 19-ാം തീയതി ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് 20-ാം തീയതി കളക്ടർ മീറ്റിംഗ് വിളിച്ച് 20-ാം തീയതി മീറ്റിങ്ങിൽ 10 ദിവസത്തിനുള്ളിൽ ടെൻഡറായി കോൺട്രാക്ട് വർക്ക് എടുത്തിട്ടുണ്ട്. വർക്ക് തുടങ്ങാം, അതിനുള്ള ഓർഡർ ആക്കാമെന്നാണ് കളക്ടർ പറഞ്ഞത്. അതിനിടയിൽ CRS ക്ലിയറൻസ് ആണ് ഇവർ വീണ്ടും ആവശ്യപ്പെട്ടേക്കണം. അത് 27-ാം തീയതി CRSന്റെ ഒരു മീറ്റിംഗ് വെച്ച് അവർ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 30-ാം തീയതി ആയിട്ടും 10 ദിവസം എന്ന് പറഞ്ഞാൽ 30-ാം തീയതിയാണ്. 30-ാം തീയതി ആയിട്ട് ഒരു മറുപടി കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ 6-ാം തീയതി കളക്ടറൊക്കെ ഉണ്ട്. കളക്ടർ പറയണത് ഞാൻ നിങ്ങളൊരാളായിട്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ ജനപ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്,
പക്ഷേ ഒരു മറുപടി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. കായലിൽ ആഴം വർദ്ധിപ്പിക്കാത്തതും വെള്ളം കയറുന്നത് തടയാൻ ബണ്ട് നിർമ്മിക്കാത്തതുമാണ് ഇവരുടെ ദുരിതത്തിന് കാരണം. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ജില്ലാ കളക്ടറുമായി ദ്വീപ് നിവാസികൾ ചർച്ച നടത്തിയിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കളക്ടർ ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 ദിവസമായി വീണ്ടും വെള്ളം കയറാൻ തുടങ്ങിയതോടെയാണ് സമരം ആരംഭിച്ചത്. ദ്വീപുകളിലേക്കും ഈ കരകളിലേക്കൊക്കെ വെള്ളം കയറുന്നത് കായലിന് ആഴയില്ലാത്തതുകൊണ്ടാണ്. കായൽ എത്രയും പെട്ടെന്ന് ആഴം കൂടണം. ദ്വീപിൽ നിന്നുള്ള 60ഓളം കുടുംബങ്ങളാണ് പ്രതിഷേധം നടത്തുന്നത്. ജനം, കൊച്ചി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ട അന്വേഷണ ഏജൻസി ബംഗ്ലാദേശ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റാണ് അക്കൗണ്ട് വിവരങ്ങൾ തേടിയത്. സഹോദരി റഹാനിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, എന്താണ് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പിന്നിൽ? വീണ, തീർച്ചയായും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പിന്നിൽ എന്ത് ലക്ഷ്യമാണുള്ളത് എന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവരുടെയും, അതായത് ഷെയ്ഖ് ഹസീനയുടെയും സഹോദരിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ബംഗ്ലാദേശ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമാനമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. ഈ സംവിധാനം കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ അനുബന്ധമായ നിയമവിരുദ്ധമായ ട്രാൻസാക്ഷനുകളും സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്ന വിഭാഗമാണ് ബംഗ്ലാദേശിലെ. അത്തരത്തിലൊരു വിഭാഗം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എങ്കിൽ കൂടി ഷെയ്ഖ് ഹസീനയുടെയും സഹോദരിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് പണം വിനിമയം നടത്തിയത്, എവിടെ നിന്നെല്ലാമാണ് പണം എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ നിശ്ചലമായിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായതിനാൽ തന്നെ അത് സംബന്ധിച്ച ചില പരിശോധനകളുടെ ഭാഗമായി കൂടിയായിരിക്കാം ഇത്തരത്തിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരുടെയും, ഷെയ്ഖ് ഹസീനയുടെയും സഹോദരിയുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ബാങ്കുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത്. ശരിയായി സർ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളെ അപലപിച്ച് നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ കൈലാഷ് സത്യാർത്ഥി. ബംഗ്ലാദേശിലെ അവസ്ഥ ഭയപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിലെ സാധാരണക്കാരെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്നു. എത്രയും വേഗം വിഷയത്തിൽ ഇടപെടണമെന്ന് ഇടക്കാല സർക്കാർ നേതാവായ മുഹമ്മദ് യൂനുസ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതായും കൈലാഷ് സത്യാർത്ഥി പറഞ്ഞു. 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൈലാഷ് സത്യാർത്ഥിയും മുഹമ്മദ് യൂനുസും പങ്കിട്ടിരുന്നു. I am deeply troubled by the alarming situation unfolding in Bangladesh. Recent attacks on minorities, an act of vandalism of religious places, particularly temples, have left countless people living in fear. Their fundamental rights are under siege. In these challenging times, I call upon my fellow Nobel laureate, Muhammad Yunus, to address this evolving situation without any delay. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. ഈ വർഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കൊപ്പമാവട്ടെ മനുഷ്യാവകാശ ദിനം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സേവ് ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനും ആരംഭിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദു, പാഴ്സി, ജൈൻ, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന സമാനതകളില്ലാത്ത അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. അക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജീവിക്കാനായി ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. ലോക മനുഷ്യാവകാശ ദിനം ആചരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കായി കൈകോർക്കുകയാണ് രാജ്യം. സേവ് ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്ന് മനുഷ്യാവകാശ സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഒരുപോലെ പറയുന്നു. ഇസ്ലാമിക ഭീകരതയുടെ ക്രൂരതകൾ തുറന്നുകാട്ടാൻ ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കേരളത്തിലുൾപ്പെടെ സെമിനാറുകളും മറ്റ് പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.
സിറിയയിലെ സാധാരണക്കാരെ പീഡിപ്പിച്ച ബഷർ അൽ അസദ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ പേരുകൾ വിടുമെന്ന് HTS തലവൻ ഹയാത്ത് തഹ്രീർ അൽ-ഷം നേതാവ് അബു മുഹമ്മദ് അൽ ജോലാനിയാണ് സമൂഹമാധ്യമത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. സിറിയയിലെ രാസായുധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ രാഷ്ട്രപതിക്ക് കത്തയച്ച അതിജീവിത. മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയില്ല. ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടിയുണ്ടായില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് അതിജീവിത കത്തിൽ പറയുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അവസാന ഘട്ടത്തിലാണ്. അന്തിമവാദം നാളെ ആരംഭിക്കും. അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ 1 മാസത്തിനകം പൂർത്തിയാക്കിയേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. നടൻ ദിലീപിന് സന്നിധാനത്ത് VIP ദർശനം അനുവദിച്ച സംഭവത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ദിലീപിന് പോലീസ് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടിൽ ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് മുൻനിരയിൽ അവസരമൊരുക്കിയത്. വിജിലൻസ് വിഭാഗം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ദിലീപിന്റെ VIP ദർശനത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ വിശദീകരണം. തിരുവനന്തപുരം പോത്തൻകോട്ട് വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. പോത്തൻകോട്ട് സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് പുഴയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലായിരുന്നു മൃതദേഹം. നെല്ലിയാടിപ്പുഴയിൽ പുലർച്ചെ മീൻ പിടിക്കാനായി പോയ മത്സ്യത്തൊഴിലാളികളാണ് നവജാത ശിശുവിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ പൊക്കിൾക്കൊടി അറുത്തുമാറ്റിയിട്ടില്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞ് ജനിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളൂവെന്നും ജനിച്ചുടൻ ഉപേക്ഷിച്ചതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കടന്നു കളയാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൊയിലാണ്ടി ഭാഗത്ത് താമസിക്കുന്നവർ തന്നെയാകാം കൃത്യത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ. ജനം, കോഴിക്കോട്. ടെക്ബോളിൽ ചരിത്ര മെഡൽ നേടി ഇന്ത്യ. വിയറ്റ്നാമിൽ നടന്ന ലോക ടെക്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച മെഡൽ നേട്ടമാണിത്. ഇന്ത്യക്കായി പുരുഷന്മാരുടെ ഇരട്ട ജോഡികളായ ഡെക്ലാനും അനസുമാണ് വെങ്കല മെഡൽ നേടിയത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.